നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടികയിലെ റോഡ് തകർന്നത് മൂലം രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ വരേണ്ടി വന്നത് 3 ആംബുലൻസുകൾ. ഇടശ്ശേരി ത്രിവേണിയിലെ വെള്ളക്കെട്ടിനും റോഡിലെ വലിയ കുഴികൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്കും അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് CPI പ്രതിഷേധിച്ചു. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണി വികസന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കിടപ്പ് രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ 3 ആംബുലൻസുകൾ വേണ്ടിവന്നു. നാട്ടിക CU കൃഷ്ണൻകുട്ടി റോഡിൽ അസുഖബാധിതനായ ചെമ്പിപ്പറമ്പിൽ ശക്തിധരനെ ആശുപത്രിയിലെത്തിക്കാനാണ് റോഡിലെയും പറമ്പിലെയും വെള്ളക്കെട്ടും ചെളിയും തടസ്സമായത്. അടിയന്തരമായി ആശുപത്രിയിലെത്തിക്കേണ്ടതിനാൽ ആദ്യമെത്തിയത് സ്ക്വാഡ് 75 ആംബുലൻസ് ആണ്. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ശക്തിധരനെ ആംബുലൻസിലേക്ക് കൊണ്ടുവന്നെങ്കിലും വെള്ളവും ചെളിയും നിറഞ്ഞതിനാൽ ആംബുലൻസ് പ്രവർത്തനരഹിതമായി. പിന്നെ വന്നത് തൃപ്രയാർ റൺവേ ആംബുലൻസ് ആണ്. രോഗിയെ ആംബുലൻസിൽ കയറ്റി ചെളിയിൽ കുറേ ദൂരം തള്ളിയാണ് ആംബുലൻസ് റോഡിലെത്തിച്ചത്. തൃപ്രയാർ ആക്ട്സ് ആംബുലൻസും സ്ഥലത്തെത്തിയിരുന്നു. ഈ റോഡിൽ 20ഓളം വീടുകൾക്ക് ചുറ്റും വെള്ളം നിറഞ്ഞു. 10ഓളം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കാന റോഡിനേക്കാൾ ഉയരത്തിലായതിനാൽ റോഡിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞാലേ ചെറിയ ദ്വാരങ്ങളിലൂടെ വെള്ളം കാനയിലേക്ക് ഒഴുകുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. BJP നാട്ടിക സെന്റർ മേഖലാ കമ്മിറ്റി ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദന സദസ്സും പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങ് BJP തൃശൂർ സിറ്റി ജില്ലാ സെക്രട്ടറി EP ഹരീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് അംബിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു. PT ശ്രീകുട്ടൻ, CS സുഹാസ്, ഗൗരി ടീച്ചർ, AK ചന്ദ്രശേഖരൻ, NS ഉണ്ണിമോൻ, സിദ്ധാർത്ഥൻ ആലപ്പുഴ, ശിവരാമൻ എരണേഴത്ത്, ബൈജു ഇയാനി കോറോത്ത്, PK പ്രകാശൻ, ജയപ്രകാശ്, സ്മിത ശ്രീനിവാസൻ, തങ്ക ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡിലെ 84-ാം നമ്പർ അങ്കണവാടി പ്രവർത്തക ബേബി ടീച്ചർക്ക് യാത്രയയപ്പും അനുമോദനവും നൽകി. യാത്രയയപ്പ് ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷനായി. ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വലപ്പാട് GDM സ്കൂൾ പ്രധാനാധ്യാപകൻ CK ബിജോയ് മാസ്റ്റർ, ALMSC അംഗങ്ങളായ ബൈജു പനപ്പറമ്പിൽ, രാജു കോഴിശ്ശേരി, സിംഗ് കോഴിശ്ശേരി, ഹരിദാസ് പനക്കൽ, അശ്വതി സജിത്ത്, ജ്യോതി, പ്രസന്ന, റജീന പ്രതാപൻ, മോഹൻദാസ് ഭഗവതി പറമ്പിൽ എന്നിവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. പാവപ്പെട്ട കുടുംബത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം അങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ആരും അങ്ങനെ താല്പര്യപ്പെട്ടു വരുന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഉള്ള തൊഴിൽ എങ്ങനെ പഠിച്ച് കുട്ടികളെ പഠിപ്പിച്ച് പോകണം എന്നുള്ളതാണ് അന്നത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് കുട്ടികളൊക്കെ ഓരോരോ ആഗ്രഹം എന്താ നിലനിൽക്കുന്നത്, നല്ല നല്ല വലിയ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ്. നല്ല ഡ്രസ്സ് ഇട്ട് ടൈയൊക്കെ കെട്ടി കുട്ടി പറഞ്ഞ ബസ് വന്ന് നിൽക്കുന്നതൊക്കെയാണ്. പക്ഷെ അതൊക്കെ മാറി. ആ കാലഘട്ടത്തിൽ ഉള്ളതുകൊണ്ട് സന്തോഷകരമായൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അന്നത്തെ ഈ അംഗനവാടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. അത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. പഴയ കാലത്ത് നമുക്കറിയാം, നമ്മുടെ കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഒരു പുതിയ സംവിധാനം കേരളത്തിൽ ഉയർന്നു വരികയുണ്ടായി. അതിൻ്റെ നേരിട്ട് വോട്ട് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഭരണം നമ്മുടെ കേരളത്തിൽ ഉണ്ടായി. അന്നൊരു 13 മന്ത്രിമാർ നമ്മുടെ കേരളത്തിൽ ഭരണത്തിൽ വരാൻ സാഹചര്യം ഉണ്ടായി. അതിൽ സാമൂഹ്യ പ്രതിബദ്ധത ഉറപ്പുവരുത്തുന്ന ഒരു മന്ത്രി, അതൊക്കെ നിങ്ങൾ പഠിച്ചാൽ പേരെടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് മാനസിക വേദന ഉണ്ടാകും. അത് പറയുന്നില്ല. ആ മന്ത്രി വളരെ ഏറെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഈ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ആഗ്രഹിച്ചു. അത് ബ്ലോക്കിൻ്റെ കീഴിലാണ് ആ പ്രവർത്തനങ്ങളൊക്കെ അന്നൊക്കെ ആരംഭിച്ചത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഇടശ്ശേരി പടിഞ്ഞാറ് ത്രിവേണിയിലെ വെള്ളക്കെട്ടിനും റോഡിലെ വലിയ കുഴികൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്കും അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് CPI തളിക്കുളം ഇടശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി. തളിക്കുളത്ത് മറ്റു മേഖലയിൽ വലിയ രീതിയിലുള്ള വികസനങ്ങൾ നടക്കുമ്പോഴും ത്രിവേണി മേഖല വികസന മുരടിപ്പിന്റെ പാതയിലാണെന്ന് സമരക്കാർ ആരോപിച്ചു.
പ്രതിഷേധ യോഗം CPI തളിക്കുളം കമ്മിറ്റി സെക്രട്ടറി സുബിൻ നാസർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ M. രാമചന്ദ്രൻ, KK രമേശൻ എന്നിവർ സംസാരിച്ചു. റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് പ്രതീകാത്മകമായി കടലാസ് വഞ്ചി ഇറക്കി സമരക്കാർ പ്രതിഷേധം രേഖപ്പെടുത്തി. പാലപ്പെട്ടി സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മർ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ കായിക ലഹരി കൊണ്ട് പ്രതിരോധം തീർക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 1 മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ വോളിബോൾ പരിശീലന ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. സർട്ടിഫിക്കറ്റ് വിതരണം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. 11ാം വാർഡ് മെമ്പർ അശ്വതി മേനോൻ, ദേശീയ കായിക താരവും സംസ്ഥാന സ്കൂൾ റഫറിയുമായ TN ഷിജിൽ മാസ്റ്റർ, കായിക അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ വാഴപ്പള്ളി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളിബോൾ ടീം അംഗം PM സിയാദ്, മുൻ തൃശൂർ ജില്ലാ വോളിബോൾ അംഗം KK പ്രണവ് എന്നിവരാണ് ക്യാമ്പിൽ പരിശീലനം നൽകിയത്. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് UR രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി സുമേഷ് പാനാട്ടിൽ, സെക്രട്ടറി MS ശരത്ത്, KB ഷമീർ, ട്രഷറർ അനൂപ് തോട്ടാരത്ത്, വൈസ് പ്രസിഡന്റ് CM മിഥുൻ, KB ഷെരീഫ്, ഷാജുകുമാർ കളപ്പുരയ്ക്കൽ, വിപിൻദാസ് പൊയ്യാറ, സുനിൽ US, അതുൽ ജിൻസു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും പരിശീലകർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. നമ്മുടെ പഞ്ചായത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതായത് ഏതൊരു കാലത്തും ഈ ഭരണസമിതിയിൽ ഏതാനും മാസങ്ങളും ദിവസങ്ങളും ഉള്ള വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും അതുപോലെ തന്നെ അശ്വതി മെമ്പറും. എന്നിരുന്നാലും സഹൃദയ ക്ലബിനെ എന്നും സ്മരിക്കും. ആ രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഈ നമ്മുടെ കോവിഡിന് ശേഷം നമ്മൾ കേരളോത്സവം നടന്നപ്പോൾ നമ്മുടെ സഹൃദയ ക്ലബ്ബ് അവിടെ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ചും പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലെല്ലാം മത്സരിച്ചുകൊണ്ട് ആ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു കൂട്ടായ്മ ഇപ്പോഴും ആ ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞുകൊണ്ട് സുമേഷും രാഗേഷും അതുപോലെ തന്നെ ഷമീറും എല്ലാം നമ്മുടെ ശരത്തും എല്ലാം തലങ്ങും വിലങ്ങും ഓടി നടന്നുകൊണ്ടാണ് അത്തരത്തിൽ ആ കേരളോത്സവ വേദിയിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തിയത്. തീരദേശത്ത് മഴയ്ക്ക് നേരി ശമനമായെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. കയ്പമംഗലത്തും എടത്തിരുത്തിയിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. കനോലി കനാൽ കരകവിഞ്ഞ് സമീപത്തെ വീട്ടുപറമ്പുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. കയ്പമംഗലം ചളിങ്ങാട്, പാലിയം താഴം, കൂരിക്കുഴി, സലഫിക്ക് വടക്ക്, ഗ്രാമലക്ഷ്മി, ഐരൂർ നഗർ, ചന്ദ്രാപിന്നി കോഴിത്തുമ്പ്, ചന്ദ്രാപിന്നി പപ്പടം നഗർ, SN വിദ്യാഭവൻ പരിസരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന കയ്പമംഗലം പഞ്ചായത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി തുറന്നു. പള്ളിനട RCUP സ്കൂളിലാണ് പുതിയ ക്യാമ്പ് തുറന്നത്. 8ാം വാർഡിലെ പാലിയംചിറ ഭാഗത്തു നിന്നുള്ള 5 കുടുംബങ്ങളിൽ നിന്ന് 14 പേരാണ് ക്യാമ്പിൽ ഉള്ളത്. കൂരിക്കുഴി ബാബുൾ ഉലൂം മദ്രസയിലെ ക്യാമ്പിൽ 15 കുടുംബങ്ങളിൽ നിന്നായി 31 പേരെയാണ് താമസിപ്പിച്ചിട്ടുള്ളത്. എടത്തിരുത്തി പഞ്ചായത്തിലെ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പ് തുറന്നിട്ടുണ്ട്. 10 കുടുംബങ്ങളിൽ നിന്നുള്ള 23 പേരാണ് ക്യാമ്പിലുള്ളത്. ക്യാമ്പുകളിൽ ET ടൈസൺ MLA സന്ദർശനം നടത്തി. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള മഴ നമ്മുടെ പല പ്രദേശത്തെയും വെള്ളക്കെട്ടിലാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, നാഷണൽ ഹൈവേയുടെ പണിയും നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതിന് രണ്ടും പരിഹാരം ഉണ്ടാക്കാൻ പല തലങ്ങളിലുള്ള നല്ല പരിശ്രമം നടക്കുകയാണ്. കളക്ടറുമായും തഹസിൽദാരുമായും ആ സംവിധാനം നന്നായി ഉപയോഗിക്കുന്നുണ്ട്. നാട്ടുകാർ നന്നായി സജീവമായി ഇടപെട്ട് അതും ജനപ്രതിനിധികളുടെ സഹായത്തോടു കൂടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3 ക്യാമ്പുകളാണ് നമ്മുടെ കയ്പമംഗലത്ത് തുറന്നിട്ടുള്ളത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ 2 ക്യാമ്പ്, RCUP അതുപോലെ ചളിങ്ങാട് സ്കൂളിലും ഉള്ള ക്യാമ്പ്, പ്ലസ് നമ്മുടെ ഇവിടെയുള്ള ചാമക്കാല സ്കൂളിലുള്ള ക്യാമ്പ്. ആ ക്യാമ്പുകളിലെല്ലാം ആളുകൾ കുറച്ചും കൂടെ കൂടുതൽ വരാവുന്ന രീതിയിലുള്ള പ്രവണതയാണ് കാണുന്നത്. അതിന് കാരണം കനോലിക്കനാൽ കവിഞ്ഞ് ഒഴുകുന്ന പ്രശ്നവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ കാക്കത്തുരുത്തി അതിനോട് ബന്ധപ്പെട്ട സ്ഥലത്ത് അത് കയ്പമംഗലത്തെ ബാധിക്കുന്നതാണ്. ഏതായാലും ക്യാമ്പ് സ്കൂളുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും PTയും ബന്ധപ്പെട്ട ആളുകളുമെല്ലാം നന്നായി കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സഹായം, അതിൻ്റെ സഹകരണങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും നൽകുന്നുണ്ട്. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCOM NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. താന്യം യുവജന കലാവേദിയും തൃപ്രയാർ നയനം ലെൻസ് ക്രാഫ്റ്റിന്റെയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ സതി ജയചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യുവജന കലാവേദി സെക്രട്ടറി KK ബിജു അധ്യക്ഷനായി. ഷാജി സുരേന്ദ്രൻ പൊച്ചേക്കാട്ട്, അനന്തു K ദിനേശ്, ജയചന്ദ്രൻ, വിനു, ലെൻസ് ക്രാഫ്റ്റ് ഡയറക്ടർ ടിനു, ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. നിരവധി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. കുട്ടികൾക്കായിട്ടുള്ള സൗജന്യ നേത്ര ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.
ഈ ക്യാമ്പ് സൗജന്യം ചെയ്യുന്നത് മെൻഷനും അതുപോലെ തന്നെ ട്രിനിറ്റി ഹോസ്പിറ്റലും കൂടി ചേർന്നിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാലാവധിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് കുട്ടികളുടെ കണ്ണിന് കാഴ്ചക്കുറവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് വേണ്ടി കുട്ടികൾക്ക് നമ്മുടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും മൊബൈൽ ഫോണൊക്കെ നോക്കിയിട്ട് കണ്ണിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും അതിനനുബന്ധിക്കുക. കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കാഴ്ചക്കുറവുകളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിച്ച് കണ്ണാട അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. വലുതായിട്ട് വരുന്നവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് അതൊരു കുറവായിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും കണ്ണിൻ്റെ നേത്രരോഗത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. കാരമുക്ക് പൂത്തൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് കലാസാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. ക്ഷേത്രസന്നിധിയിൽ സജ്ജമാക്കിയ പ്രത്യേക വേദിയിൽ നടത്തിയ ചടങ്ങ് അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ആരോടും നമുക്കൊരു വൈരാഗ്യമോ വിഷമോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. എല്ലാവരോടും സ്നേഹത്തോടുകൂടി നമുക്ക് പെരുമാറാൻ സാധിക്കും. അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നാട് നന്നാവും, കുടുംബം നന്നാവും, എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകാൻ നമുക്ക് സാധിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്തായിരുന്നാലും ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അകത്ത് പോയി തൊഴുതു എന്നുള്ള പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇവിടുത്തേതായിട്ടുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് നടക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ ഏറ്റവും അത്യാവശ്യമാണ്. നമുക്കറിയാം, സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തെക്കേറ്റം തൊട്ട് വടക്കേയറ്റം വരെയുള്ള ക്ഷേത്രങ്ങളെ ഓരോന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രധാന ക്ഷേത്രങ്ങളെ ചുറ്റപ്പെട്ടിട്ടാണ് ടൗണുകളൊക്കെ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് സംസ്കാരം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഓരോ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടിട്ടാണ്. ആ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് പലയിടത്തു നിന്നും പലതരത്തിലുള്ള ആൾക്കാരെ അന്നത്തെ ഭരണാധികാരികൾ കൊണ്ട് അവിടെ കൊണ്ടാക്കി അവരിൽ നിന്ന് കിട്ടേണ്ടതായുള്ള കഴിവുകൾ സ്വീകാര്യമാക്കിയിട്ടൊക്കെ ആണ് ആ ഒരു ക്ഷേത്രവും അതിനോട് ചേർന്നിട്ടുള്ളൊരു ജനവാസ കേന്ദ്രം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷനായി. പൂത്തൃക്കോവിൽ നരസിംഹമൂർത്തി ക്ഷേത്ര ട്രസ്റ്റി ഏർപ്പെടുത്തിയ നരസിംഹ ജ്യോതി പുരസ്കാരം പ്രശസ്ത തുള്ളൽ കലാകാരനും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവുമായ മണലൂർ ഗോപിനാഥിന് സമ്മാനിച്ചു. ക്ഷേത്രം ട്രസ്റ്റി അംഗമായിരുന്ന CP മുകേഷ് നമ്പൂതിരിയുടെ സ്മരണാർത്ഥം നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരം SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകി ആദരിച്ചു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് KN സോമകുമാർ, ക്ഷേത്രം ട്രസ്റ്റി CP രമേശ് നമ്പൂതിരി, PV ഹരിദാസ്, അന്തിക്കാട് പത്മനാഭൻ, സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ K തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മണലൂർ ഗോപിനാഥ് അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ, ഭക്തപ്രഹ്ലാദ കാരമുക്ക്, നന്ദനം ചാത്തൻകുളങ്ങര എന്നീ ടീമുകളുടെ തിരുവാതിര കളിയും അരങ്ങേറി. ഏങ്ങണ്ടിയൂർ കൊണ്ടറപ്പശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി സുനിൽ അന്തിക്കാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം, മുത്തപ്പന് രൂപക്കളം, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവ നടന്നു. വെള്ളിയാഴ്ച വിശേഷൽ പൂജകൾ, തന്ത്രി പൂജ, നാഗങ്ങൾക്ക് പാലും നൂറും, വീരഭദ്രസ്വാമിക്ക് കളമെഴുത്ത് പാട്ട്, പ്രസാദ ഊട്ട്, നാഗക്കളം, ദീപാരാധന, പറനിറയ്ക്കൽ, തുടർന്ന് കണ്ണമ്പുള്ളി മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, പ്രസാദ ഊട്ട്, തായമ്പക, ദേവിക്ക് രൂപക്കളം, ഗുരുതി തർപ്പണം എന്നിവ നടത്തി. മികച്ച വിജയം നേടിയ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രം രക്ഷാധികാരി രഘുനാഥൻ, പ്രസിഡന്റ് മോഹനൻ, സെക്രട്ടറി അനന്തശയനൻ, KB സലീം, കമ്മിറ്റി അംഗങ്ങളായ അശോകൻ ചാഴൂർ, ഉദയകുമാർ കണിമംഗലം, സുധീർ മുല്ലശ്ശേരി, രാജേഷ് കുണ്ടലിയൂർ, പ്രേജൻ വാടനപ്പള്ളി, പ്രവീൺ ജിത്ത്, സുഷിൽ കുമാർ, രാജീവ് ദേവാനന്ദൻ, ഷീല ദേവാനന്ദ്, നിമ ബിജോയ്, ശൈലജ അനന്തശയനൻ, മേഘ ജിത്ത്, റീന സുഷിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജൂൺ 6 വെള്ളിയാഴ്ച പൊങ്കാല സമർപ്പണത്തോടെ നട തുറക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
കേരള സംസ്ഥാന സർക്കാരിന്റെ നൈപുണി വികസന പദ്ധതിയുടെ ഭാഗമായി തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച നൈപുണി വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും നടന്നു. സി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അംഗീകാരം നേടിയിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രിൻസിപ്പൽ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അധ്യക്ഷൻ നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ അത് വളരെ ചരിത്രപരമായ, ലോകത്തിന് തന്നെ ചരിത്രപരമായ മാറ്റങ്ങൾ കുറിച്ച മഹാത്മാഗാന്ധിയുടെ ചരിത്രത്തെക്കുറിച്ച് കുറേശ്ശെ നമ്മളറിയാനും ബന്ധപ്പെടാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തന ശൈലി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണം, അധ്യാപകർക്ക് ഉണ്ടാകണം, അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്ക് ഉണ്ടാകണം. അദ്ദേഹം നമ്മുടെ രാജ്യത്തിനായി സമർപ്പിച്ച ഒരുപാട് ആശയങ്ങൾ നമ്മെ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയുടെ പുതിയ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പഴയ ആശയം കൂട്ടിയോജിപ്പിച്ച് മാതൃകാപരമായി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ ഈ പ്രവേശന ഉത്സവവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ കല V, ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ചിത്രകുമാർ TV, MS സജീഷ്, പ്രധാനാധ്യാപിക അബ്സത്ത് A, പ്രിൻസിപ്പൽമാരായ PP ഷിജി, MA ആശ, CA മുസ്തു ബിഷറത്ത് എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിൽ VHSC വിജയാഘോഷവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. 2023-25 വർഷം VHSC പരീക്ഷയിൽ ജില്ലാതലത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിലെ വിദ്യാർത്ഥികളെ കരിയർ ഗൈഡൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിക്കുകയും ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ചെയ്തു. വിജയികളെ ആദരിക്കുന്ന പരിപാടി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളിയുടെ അഭിമാനമായി എവിടെ വെച്ച് ആരും വാടാനപ്പള്ളിയിലുള്ളവരാണ് ഇത് നമ്മുടെ വാടാനപ്പള്ളിയിലെ കുട്ടിയാണല്ലോ, ആ പദവിയിലിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കുന്ന കുട്ടി നമ്മുടെ വാടാനപ്പള്ളിയിലെ കുട്ടിയാണ്, കമല നെഹ്റുവിൽ പഠിച്ച കുട്ടിയാണെന്ന് അഭിമാനത്തോടെ തല ഉയർത്തി പറയാൻ സാധിക്കുന്ന ഒരു അവസരത്തിലേക്ക് നിങ്ങൾ എത്തും എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നന്നായി കഷ്ടപ്പെടുക, നന്നായി പഠിക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം, നിരവധി തവണ നമ്മളിത് തന്നിട്ടുള്ളതാണ്. നമ്മൾ മോശം കാര്യങ്ങൾ ചെയ്യരുത്. ഒരു പ്രാവശ്യം നമ്മൾ ആ മോശം കാര്യം ചെയ്ത് വിജയിച്ചാൽ പിന്നെ നമുക്ക് അതിനോട് തന്നെയാണ്. എന്താണ് മോശം കാര്യം? മയക്കുമരുന്ന്, ലഹരി, ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും നിങ്ങൾ അടുത്തു പോകരുത്. PTA പ്രസിഡന്റ് ഷബീർ അലി അധ്യക്ഷത വഹിച്ചു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരങ്ങൾ നൽകി. തുടർന്ന് നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസിന് ഡോക്ടർ V സന്തോഷ് കുമാർ നേതൃത്വം നൽകി. അധ്യാപകരായ KV സ്വപ്ന, അനിത, അജി ജോർജ് ആലപ്പാട്, NK സുരേഷ് കുമാർ, BD സന്ദീപ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ KR കല, സ്റ്റാഫ് സെക്രട്ടറി ഷീന പോൾ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടികയിലെ റോഡ് തകർന്നത് മൂലം രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ വരേണ്ടി വന്നത് 3 ആംബുലൻസുകൾ. ഇടശ്ശേരി ത്രിവേണിയിലെ വെള്ളക്കെട്ടിനും റോഡിലെ വലിയ കുഴികൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്കും അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് CPI പ്രതിഷേധിച്ചു. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണി വികസന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.